ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ഞായറാഴ്ച രാവിലെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നുള്ള നിലയിൽ കളമശ്ശേരിയുടെ പ്രദേശത്ത് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം ദാനം ചെയ്ത വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം ഒരവസരം തന്നതിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഞാൻ സാധാരണ പറയാറുള്ള പോലെ ഞാനൊരു വലിയ പ്രാസംഗികനല്ല, എന്നാൽ കിട്ടുന്ന അവസരങ്ങൾ ചെറിയ രീതിയിൽ കർത്താവിന് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള ഒരു നിർബന്ധം എനിക്കുള്ളതുകൊണ്ട് ആണ് ഞാൻ പ്രധാനമായിട്ട് ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, നാം ഇന്നിവിടെ ആയിരിക്കുന്നത് നമ്മളുടെ ആരുടെയും യാതൊരു കഴിവുകൊണ്ടോ മേന്മ കൊണ്ടോ അല്ല. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിലും നമ്മൾ ജീവിക്കുന്ന ഈ ലോകം നമ്മൾക്കൊട്ടും അനുകൂലമായ ഒരു ലോകം അല്ല. പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അപകടങ്ങളും മരണങ്ങളും ഒക്കെ വിളയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. നമ്മൾ ഇതിനൊന്നും അതീതരല്ല. കാരണം നമ്മൾ ഇപ്പോഴും ഒരു രൂപാന്തരം പ്രാപിച്ച അവസ്ഥയിലല്ല ഉള്ളത്. നമ്മുടെ മാനുഷിക ശരീരത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. നമ്മളെല്ലാം അത്തരം പല പ്രശ്നങ്ങളുടെയും അനുഭവസ്ഥരുമാണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ദൈവം നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും അനുസരിച്ച് നമ്മളെ നിലനിർത്തുന്നു. ദൈവത്തിൻ്റെ പ്രസാദം മാത്രമാണ് ഇതിനുള്ള കാരണം എന്നുള്ള ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയും. ഞാൻ ഇന്ന് എൻ്റെ പ്രസംഗ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പ്രാരംഭം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ദൈവദാസനായിരുന്നു ജോൺ വെസ്ലി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം കണ്ട ഒരു സ്വപ്നമുണ്ട്. അത് വളരെ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. അതായത് മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായിരുന്നു ജോൺ വെസ്ലി. അദ്ദേഹം ഒരു ദിവസം ഉറങ്ങാൻ കിടന്നപ്പോൾ കണ്ട സ്വപ്നം ഇങ്ങനെയാണ്: താൻ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിൻ്റെ ഗേറ്റിൽ ഒരു ദൂതൻ, ഗേറ്റ് കീപ്പർ നിൽപ്പുണ്ട്. അപ്പോൾ വെസ്ലി വളരെ വികാരാധീനനായിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു. അന്ന് ഏറ്റവും കൂടുതൽ ഈ പ്രസ്ബിറ്റീരിയൻ എന്ന് പറയുന്ന ആ സഭാംഗങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൗതുകം ഈ പ്രസ്ബിറ്റീരിയൻസ് ആരെങ്കിലും സ്വർഗത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ള ചോദിക്കാനായിരുന്നു. അപ്പോൾ ആദ്യം അദ്ദേഹം ചോദിച്ചു, പ്രസ്ബിറ്റീരിയൻസ് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പോൾ ദൂതൻ പറഞ്ഞു, ഇവിടെ ആരും വന്നിട്ടില്ല. ഉടനെ അദ്ദേഹം ചോദിച്ചു, ബാപ്റ്റിസ്റ്റുകാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. മൂന്നാമത് അദ്ദേഹം ചോദിച്ചു, ഞാൻ തന്നെ പ്രവർത്തിച്ച് സ്ഥാപിതമായ മെത്തഡിസ്റ്റ് സഭയിലെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ദൂതൻ പറഞ്ഞു, ഇല്ല. അപ്പോൾ വെസ്ലിക്ക് കടുത്ത നിരാശയുണ്ടായി. അപ്പോൾ അടുത്ത ഒരു സീൻ എന്ന് പറയുന്നത് അദ്ദേഹം നരകത്തിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു സീനാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇതുപോലൊരു ഗേറ്റ് കീപ്പറുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, പ്രസ്ബിറ്റീരിയൻസ് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഉടനെ ഈ ദൂതൻ പറയുന്നു, ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. മെത്തഡിസ്റ്റുകാരെങ്കിലും ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ബാപ്റ്റിസ്റ്റുകാരോ? ധാരാളം പേര് വന്നിട്ടുണ്ട്. മറ്റ് പല സഭകളിലും നമുക്ക് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് പേര് പറയാം. ഇവരെല്ലാം ധാരാളം ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് വെസ്ലിക്ക് കേൾക്കുവാനായിട്ട് ഇടയായി. അപ്പം വെസ്ലിക്ക് ആകെ ഒരു ഭയങ്കര മാനസികമായിട്ടുള്ള പ്രയാസം ഉണ്ടായി. ഇതെന്താണ് ഇങ്ങനെ? അപ്പോൾ ഇദ്ദേഹം വീണ്ടും സ്വർഗത്തിലെ ഈ ദൂതൻ്റെ അടുക്കൽ ചെല്ലുന്നു. ദൂതൻ അദ്ദേഹത്തോട് പറയുന്നു, ഇവിടെ കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ധാരാളം ദൈവജനങ്ങൾ സ്വർഗത്തിലുണ്ട്. ഇതാണ് വെസ്ലി കണ്ട സ്വപ്നം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രത്യേക സഭയുടെ മെമ്പേഴ്സ് മാത്രം അല്ല യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ദൈവസഭയും വിശ്വാസികളുടെ പ്രത്യാശയും എന്നുള്ള വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ ബാബുച്ചാൻ എന്നെ ഒന്ന് വിളിച്ചിരുന്നു. അപ്പം എന്നോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു വിഷയമാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് ഇങ്ങനൊരു വിഷയമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുണ്ടായി, അത് വളരെ വലിയൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വലിയ വിഷയമൊന്നും പറയാനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് ചിതറിയ ചില ചിന്തകൾ മാത്രം പറയാനായിട്ട് ആണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ബെസ്റ്റ് വിഷസൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ പ്രസംഗം ചെയ്യാനല്ല. കാരണം ഈ വിഷയം ഒരു വലിയ വിഷയമാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. സഭകൾ നമുക്കറിയാം, ധാരാളം സഭകൾ ഇന്നുണ്ട്. ഒരു പ്രശസ്ത പ്രാസംഗികൻ തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുണ്ടായി,
അതായത് സഭകളുടെ ബാഹുല്യത്തെക്കുറിച്ച് പറയാനായിട്ട് തമാശ രൂപേണ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഒരു ദിവസം രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇദ്ദേഹം ഒരു സിനിമയുടെ പോസ്റ്റർ കാണുന്നു. ഈ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന പൂവ്, ഫ്ലവർ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ഇദ്ദേഹം നടക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ തന്നെ വേറൊരു പോസ്റ്റർ കാണുകയാണ്, വിടരാൻ കൊതിക്കുന്ന പൂവ്. മൂന്നാം ദിവസം നടക്കാൻ ഇറങ്ങിയപ്പോൾ വേറൊരു പോസ്റ്റർ കാണുന്നു, മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. നാലാം ദിവസം നടക്കുമ്പോൾ വേറൊരു പോസ്റ്റർ കാണുന്നു, വിടരും മുമ്പേ കൊഴിഞ്ഞ പൂവ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പൂവെന്നുള്ള ഒരൊറ്റ നാമം കൊണ്ട് പല രീതിയിൽ അതിനെ മാറ്റി മാറ്റി അദ്ദേഹം പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ ലോകത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഓരോരോ സഭകൾ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം അല്ലെങ്കിൽ അവരവർ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓരോരോ സഭകൾ ഓരോരോ പേരിൽ അറിയപ്പെടുന്നു എന്നുള്ള പറയാനായിട്ടാണ് ഈ ഉദാഹരണം താൻ പറഞ്ഞത്. എന്നാൽ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ദൈവസഭയും വിശ്വാസികളുടെ പ്രത്യാശയും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതിനു മുമ്പായിട്ട് ഈ സഭ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം രക്ഷിക്കപ്പെടുവാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ലോകത്തിൽ എല്ലാവർക്കും അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. എന്നാൽ ദൈവകൃപയാൽ, ദൈവപ്രസാദത്താൽ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്താൽ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ സഭയുടെ അംഗങ്ങളായിട്ട് മാറുന്നത്. ആ രീതിയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഒരു സഭയുടെ, ദൈവത്തിൻ്റെ സഭയുടെ അംഗമാവുക എന്നുള്ളത്. നമുക്കറിയാം, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവിടെ നിന്ന പടയാളികൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. അതായത്, നീ യഥാർത്ഥത്തിൽ ദൈവമാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, എന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. എന്നാൽ ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ രക്ഷാസൈന്യം സഭയുടെ സ്ഥാപകനായിരുന്ന വില്യം ബൂത്ത് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ വായിച്ചു, കർത്താവ് യേശുവെ, അവിടുന്ന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാഞ്ഞതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാരണം യേശു ക്രിസ്തു ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു എങ്കിൽ നമുക്കിന്ന് സഭ എന്നുള്ള ഒരു നല്ലൊരു അനുഭവം, അല്ലെങ്കിൽ നമുക്ക് രക്ഷ എന്നുള്ള അനുഭവം നമുക്കുണ്ടാകുകയില്ലായിരുന്നു എന്നെനിക്ക് വായിക്കാനിടയായി. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷം 8:44 നമ്മളവിടെ ഒരു വാക്യം കാണുന്നുണ്ട്. അത് നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമല്ല. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ കിങ് ജെയിംസ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് "ye are your father the devil", "ye are of your father the devil" എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളുടെ പിതാവ് യഥാർത്ഥത്തിൽ പിശാചായിരുന്നു എന്നാണ് അവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഭാഗ്യകരമായ ദൈവകൃപ ഉദിച്ചപ്പോൾ സമയാസമയങ്ങളിൽ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ സാധിച്ചു. അതുകൊണ്ട് നമുക്ക് ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാനും ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരായി തീരുവാനും ദൈവം ഇടയാക്കി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന തലക്കെട്ടെന്ന് പറഞ്ഞാൽ ദൈവസഭയും വിശ്വാസികളുടെ പ്രത്യാശയുമാണ്. അതിൽ ദൈവസഭയെപ്പറ്റി പറയുമ്പോൾ 2-3 കാര്യങ്ങൾ ഞാൻ പറയും. അതിനുശേഷം വിശ്വാസികളുടെ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് എനിക്കറിയാം, ഇത് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതും വളരെയധികം ചിന്തിച്ചിട്ടുള്ളതും, ഒരുപക്ഷെ നിങ്ങൾക്കിനിയും ഇതിൽ നിന്നൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് പോലും എനിക്കറിയാം. എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ വേണ്ടി, വീണ്ടും നമുക്കൊന്ന് ഒരുമിച്ച് വിചിന്തനം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇന്ന് ഉപോത്ബലകമായിട്ട് എടുക്കുന്ന വേദഭാഗം എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികൾ 2:47 അവസാന ഭാഗം മാത്രമാണ്. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 47, ദ ലാസ്റ്റ് പോർഷൻ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പോൾ സഭയുടെ അംഗങ്ങൾ ആരാണെന്നുള്ള വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവരാണ് സഭയുടെ അംഗങ്ങൾ. ഇനി രക്ഷിക്കപ്പെട്ട ദൈവജനം ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതിന് ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സഭ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതിന് ദൈവം ഈ ലോകത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സഭ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് അതാണ്. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ചവർ മാത്രമാണ് സഭയുടെ അംഗങ്ങളായി തീരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇനി ഇങ്ങനെ
ലോകത്തിലാക്കി വെച്ചിരിക്കുന്ന സഭയ്ക്ക് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. 2, പരസ്പരം കൂട്ടായ്മ. 3, ദേശത്തോട് സുവിശേഷം പറയുക. അങ്ങനെ പല പല പിന്നെ ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കുക. ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ അതിനുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഈ മത്തായിയുടെ സുവിശേഷം 16:18 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രവചന ആത്മകമായിട്ടുള്ള ഒരു വചനമായിട്ട് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പ് സഭ ഭൂമിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യം പറയുന്ന അതൊരു പ്രവചന ആത്മാവിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴാണ് സഭ ഭൂമിയിൽ സ്ഥാപിതമായത്? നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്ന പോലെ പെന്തക്കോസ്ത് നാളിൽ വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് അവരോഹണം ചെയ്യുകയും അങ്ങനെ കർത്താവിൻ്റെ സഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. സഭ നമ്മളവിടെ തുടർച്ചയായിട്ട് പഠിക്കുകയാണെങ്കിൽ സഭ സ്ഥാപിക്കപ്പെട്ട 1-ാം ദിവസം യഥാർത്ഥത്തിൽ യഹൂദന്മാർ മാത്രമായിരുന്നു സഭയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ജാതികൾ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേരാനായിട്ട് ഇടയായിത്തീർന്നത് എന്നുള്ളത് നമുക്കവിടെ കണ്ടിന്യൂസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഈ സഭയ്ക്ക് ചില സാദൃശ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഒന്ന്, മരിച്ചുയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം ആണ് സഭയെന്ന് നമ്മളെ പുതിയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശരീരമാണ് സഭ. നമ്മൾ എല്ലാ ആഴ്ചകളിലും അത് കേൾക്കുന്ന കാര്യമാണ്. ഈ കർത്താവിൻ്റെ സഭയിൽ, ദൈവത്തിൻ്റെ സഭയിൽ എല്ലാവരും ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അവിടെ യാതൊരു മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ ഇല്ല. അവിടെ വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ല. അവിടെ വിദ്യാഭ്യാസത്തിൻ്റേതായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ യാതൊന്നും തന്നെ ഇല്ല. എല്ലാവരും ഒരുപോലെ ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്നുള്ള നിലയിലാണ് സഭയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. 1 കൊരിന്ത്യർ 12:13 നമുക്ക് കാണാൻ സാധിക്കും, ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അർത്ഥം അവിടെ യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ രക്ഷകനായിട്ട് സ്വീകരിച്ചവരെല്ലാം തന്നെ സഭ എന്നുള്ള നിലയിൽ അവർ തുല്യ സ്ഥാനം, തുല്യ അംഗത്വം ഉള്ളവരാണെന്നുള്ള കാര്യം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇന്ന് തുടർച്ചയായിട്ട് രക്ഷിക്കപ്പെടുമ്പോൾ, നമ്മൾ സുവിശേഷം പറയുമ്പോൾ വ്യക്തികൾ രക്ഷിക്കപ്പെടുന്നു, അവരുടെ പാപവഴികളെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു, ദൈവത്തെ രക്ഷകനായിട്ട് അംഗീകരിക്കുന്നു. ഇങ്ങനെയുള്ളവർ ഒരു സഭയോട് ചേർക്കപ്പെടുമ്പോൾ സഭ വീണ്ടും രൂപീകരിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് രൂപീകൃതമായ സഭയുടെ അംഗങ്ങളായിട്ട് അവർ ചേരുകയാണ് ചെയ്യുന്നത്. സഭ വീണ്ടും രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല, പകരം ദൈവം ഓൾറെഡി രൂപീകരിച്ച സഭയുടെ അംഗങ്ങളായിട്ടാണ് അവർ മാറുന്നതെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി പുതിയ നിയമസഭയുടെ വേറെ ചില സാദൃശ്യങ്ങളൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഈ സഭയെ പ്രധാനമായിട്ടൊരു 4 സാദൃശ്യങ്ങളായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ പ്രത്യേകിച്ച് വായിച്ചിങ്ങോട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ മാത്രമല്ല മറ്റ് പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ്. ഒന്ന്, സഭയെ ക്രിസ്തുവിൻ്റെ കാന്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ക്രിസ്തുവിൻ്റെ കാന്ത എന്ന് പറയുമ്പോൾ അതിനൊരു കടമയുണ്ട്. ക്രിസ്തുവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, വിശുദ്ധിയെ വെളിപ്പെടുത്തി ജീവിക്കുക. സഭയുടെ ഉദ്ദേശം ക്രിസ്തുവിൻ്റെ കാന്ത. ഇതിനെക്കുറിച്ച് 2 കൊരിന്ത്യർ 11:1-2, FAC ലേഖനം, വെളിപ്പാട്, ഇവിടെയൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത് പറയുന്നത് സഭയെന്ന് പറഞ്ഞ ജീവനുള്ള ആലയം. FAC ലേഖനം 2:20-22, ജീവനുള്ള ആലയം. അതുപോലെ 1 തിമോത്തിയോസിലും ഇത് പറയുന്നുണ്ട്. ജീവനുള്ള ആലയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. നമ്മളിവിടെ എല്ലാ ഞായറാഴ്ചയും കൂടി വരുന്നതും പ്രധാനമായിട്ടും ദൈവത്തെ ആരാധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. 3, ക്രിസ്തുവിൻ്റെ തോട്ടം എന്ന് ദൈവസഭയെക്കുറിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 3:9 ഈ തോട്ടത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. കർത്താവിന് വേണ്ടി അല്ലെ ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ക്രിസ്തുവിൻ്റെ തോട്ടം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4, ദൈവജനം ആയ വിശുദ്ധന്മാരുടെ കൂട്ടവും പുരോഹിത വർഗവും. 1 പത്രോസ് 2:9 നമ്മൾ അത് കാണുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം ആ രീതിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക, യേശു ക്രിസ്തു മൂലം ദൈവത്തിന് ആത്മീയ ബലികൾ അർപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ 4 പ്രധാനപ്പെട്ട സാദൃശ്യങ്ങൾ നമ്മൾ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ
സാദൃശ്യങ്ങളും അതിനോട് ചേർന്നുള്ള കടമകളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ദൈവത്തിൻ്റെ സഭ, ദ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവത്തിൽ അത് സാർവത്രികമാണ്, യൂണിവേഴ്സലാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ ഈ വാക്ക് നമുക്ക് ഉപയോഗിക്കാം, കാത്തോലിക്കം എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിൻ്റെ സഭ അതിൻ്റെ സ്വഭാവത്തിൽ അങ്ങനെയാണ്. എന്നാൽ പ്രാദേശികമായിട്ട് നോക്കുമ്പോൾ ഒരു പ്രദേശത്ത് പല സഭകൾ ഉണ്ടാവാം. അതിനാണ് നമ്മൾ ലോക്കൽ ചർച്ചസ് എന്ന് പറയുന്നത്, പ്രാദേശിക സഭകൾ. സഭകൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ സഭകൾ ഏത് സ്ഥലത്ത് നിലനിന്നിരുന്നോ ആ സ്ഥലത്തിൻ്റെ പേരിലായിരുന്നു സഭ അറിയപ്പെട്ടതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ സഭയും അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്, കളമശ്ശേരിയിലെ സഭ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയ നിയമ മാതൃക അനുസരിച്ച് തന്നെയാണ് സഭ പോകുന്നതെന്നുള്ള ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കൊരിന്തിലെ സഭ, എഫെസോസിലെ സഭ, ഇങ്ങനെ ആ സ്ഥലങ്ങളുടെ പേരിലായിരുന്നു അവിടെ സഭകൾ അറിയപ്പെട്ടത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇനി സഭയുടെ ഉപദേശങ്ങൾ അപ്പോസ്തലന്മാർക്ക് ദൈവനിശ്ചസ്തതയാൽ ലഭിച്ചിട്ടുള്ളതും ഒരിക്കലായിട്ട് നൽകപ്പെട്ടിട്ടുള്ളതും വിശുദ്ധന്മാർക്ക് ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസവുമാണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ യൂദായുടെ ലേഖനം 3-ാം വാക്യത്തിൽ വൺ ഫോർ ഓൾ ഡെലിവേർഡ് ടു ദ സെയിൻസ്, ഒരിക്കൽ എന്നേക്കുമായിട്ട് ഭരമേൽപ്പിക്കപ്പെട്ടു എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ സഭയുടെ ഉപദേശങ്ങൾക്ക് പിന്നീട് യാതൊരു മാറ്റവും ഇല്ല. ഒരിക്കൽ എന്നേക്കുമായിട്ട് കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ആ ഉപദേശങ്ങൾ, സഭയുടെ ഉപദേശങ്ങൾ അന്നും ഇന്നും എന്നും കർത്താവിൻ്റെ വരവ് വരെ അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഗലാത്യ ലേഖനം 1:8 ഒരു വാക്യം കാണുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞതിന് വിപരീതമായിട്ട് ആരെങ്കിലും സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് സുവിശേഷം നിങ്ങളോട് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ സഭയുടെ ഉപദേശങ്ങളെ, വളരെ ലളിതമായ ഉപദേശ സത്യങ്ങളെ മാറ്റിമറിച്ച് കളയുന്ന ആരാണെങ്കിലും അത് ശപിക്കപ്പെട്ടവർ എന്നാണ് ബൈബിൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ. ഇനി ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും കൗൺസിലുകളോ ആരെങ്കിലും കൂടി സഭയുടെ ഉപദേശങ്ങളും സഭയുടേതായ നിയമങ്ങളും ഉണ്ടാക്കി വെച്ചാൽ ദൈവവചനാടിസ്ഥാനത്തിൽ അതിന് യാതൊരു വിലയും ഇല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു 3 കാര്യങ്ങൾ, സഭയുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സ്ഥലം സഭ ബന്ധം, റിലേഷൻഷിപ്പ് വിത്ത് ദ ലോക്കൽ ചർച്ച്. രക്ഷിക്കപ്പെട്ട സഭയോട് ചേർക്കപ്പെട്ട ഒരു വിശ്വാസി ആ സ്ഥലത്തുള്ള സഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. ആ സ്ഥലത്തുള്ള സഹോദരി സഹോദരന്മാരോട് ഒരുമിച്ച് കൂട്ടായ്മ പുലർത്തണം, ഫെലോഷിപ്പ് പുലർത്തണം എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മളെല്ലാം അത് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ ജോലി പ്രമാണിച്ചും അല്ലെങ്കിൽ പഠിക്കാനായിട്ടും യങ്സ്റ്റേഴ്സായിട്ടുള്ള ചെറുപ്പക്കാർ നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ദൈവത്തിൻ്റെ സഭ നിങ്ങൾ കണ്ടുപിടിച്ച് അവിടെ കൂട്ടായ്മയിൽ അവിടെ മുമ്പോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്നുള്ള നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും ദൈവനാമ മഹത്വത്തിനും അത് ഏറ്റവും കൂടുതൽ അത്യാവശ്യം. നമ്മളൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെയുള്ള സഭയുമായിട്ടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോകാന്നുള്ളത്. ആ രീതിയിൽ ഞാൻ രാവിലെ ഒരു ആഹ്വാനം ചെറുപ്പക്കാർക്കായിട്ട് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി നമുക്കറിയാം, ഒരു സ്ഥലം സഭയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് സ്നാനം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചും കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പഠിപ്പീര് ആ രീതിയിലായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ സ്നാനം ഏൽക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ധാരാളം വാക്യങ്ങളുണ്ട്. ഞാനൊരു കുറച്ച് വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. അപ്പോസ്തല പ്രവർത്തികളിൽ തന്നെ ഈ 8:12 വിശ്വസിച്ച പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റായിട്ട് കാണുന്നു. 8:38 ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്ന ഷണ്ണൻ അവിടെ സ്നാനമേറ്റായിട്ട് കാണുന്നു. 9:18 തർശോസുകാരനായ ശൗല് പിന്നീട് പൗലോസായി മാറിയ, അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, ആത്മീയ അപ്പോസ്തോല നഭോമണ്ഡലത്തിലെ ഒരു നക്ഷത്രമായിട്ട് എന്നും തിളങ്ങി നിൽക്കുന്ന അപ്പോസ്തോലന പൗലോസ് അവിടെ രക്ഷിക്കപ്പെട്ട സ്നാനം ഏൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 10:22 അതുപോലെ ഒരു പുറംജാതിക്കാരനായ കൊർന്നല്യോസിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 16:15 ലുദിയയും കുടുംബവും സ്നാനമേറ്റായിട്ട് കാണുന്നുണ്ട്. ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് സ്നാനമേറ്റത്. അപ്പം സഭയുടെ ഏറ്റവും വലിയ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ അനുസരിക്കേണ്ട കൽപ്പനയാണ് സ്നാനം.
എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഞാൻ ഒന്നുകൂടി ഊന്നി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 16:33 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു നല്ലൊരു സ്റ്റോറി അല്ല, ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പൗലോസും ശീലാസിനെയും കാരാഗൃഹത്തിൽ അടച്ചിട്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അവർ ദൈവത്തെ പാടിയും പ്രാർത്ഥിച്ചും സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭൂമി കുലുങ്ങുന്നു, കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറന്നു പോകുന്നു. അപ്പോൾ അവിടെ കാരാഗൃഹ പ്രമാണി ജയിലർ അവിടെ പെട്ടെന്ന് അദ്ദേഹം വളരെ അസ്വസ്ഥനാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഞാൻ ആ റോമൻ നിയമങ്ങളുമായിട്ട് ചിന്തിച്ചപ്പോൾ എന്നെ വളരെയധികം അത് ഒന്ന് സ്പർശിക്കുകയുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോമൻ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ള നിയമമാണ്. തന്നെ ഏൽപ്പിച്ച ജയിൽ പുള്ളികൾ വെളിയിൽ ചാടിപ്പോയാൽ വധശിക്ഷയാണ് ഈ ജയിലർക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ജയിലർ അവിടെ വളരെയധികം മനോവ്യഥയിലായിട്ട്, നമുക്ക് വായിച്ചു നോക്കിയാൽ അറിയാം, അദ്ദേഹം വാളൂരി തന്നെത്താൻ കൊല്ലാനായിട്ട് ഭാവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ തന്നെത്താൻ കൊല്ലാനായിട്ട് ഭാവിക്കുന്ന സമയത്ത് അവിടെ വെളിച്ചം എവിടെയെന്ന് ചോദിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നമുക്കറിയാം, ആത്മഹത്യ ചെയ്യണമെങ്കിൽ വെളിച്ചം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണുന്നത്, നമ്മളതിനെ കോറിലേറ്റ് ചെയ്യേണ്ട ആത്മീയമായിട്ടുള്ള വെളിച്ചം എവിടെ എന്നാണ് അതിനെ നമ്മൾ അർത്ഥം കൊടുക്കേണ്ടത്. അപ്പോൾ പൗലോസും ശീലാസും സുവിശേഷം പറയുന്നതും ഈ ജയിലർ മാനസാന്തരപ്പെടുന്നതും പിന്നീട് സ്നാനമേൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവിടെ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളിവിടെയുണ്ട്, നിനക്കൊരു ദോഷവും ചെയ്യരുത്. നമ്മൾ ഒരു സഭ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്കറിയാം. എങ്കിലും നമ്മുടെ ഈ പ്രദേശത്തോട് സുവിശേഷം പറയുക, അനേകർ നശിച്ചു പോകുന്നവരുടെ അടുക്കൽ നിനക്കൊരു ദോഷവും ചെയ്യരുത്, കാരണം ഞങ്ങളിവിടെ ഉണ്ട്, കളമശ്ശേരി സഭ ഇവിടെ ഉള്ളത് കൊണ്ട് നിനക്കൊരു ദോഷവും ചെയ്യരുത്. ആ രീതിയിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഈ സഭ വളരെയധികം സുവിശേഷ പ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സഭയാണ്. ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരന്മാരും സഹോദരിമാരും വളരെയധികം ആ കാര്യത്തിൽ ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രീതിയിലൊരു സാക്ഷ്യം പുലർത്തിയാണ് നമ്മളുടെ സഭ മുമ്പോട്ട് പോകേണ്ടതെന്നുള്ള കാര്യം ഇവിടെ ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന്, ഈ സ്നാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രക്ഷ കിട്ടുവാനുള്ള ഒരു മാർഗമോ ഒരു കർമ്മമോ അല്ല. സ്നാനം, ജലസ്നാനം അല്ലെങ്കിൽ മുഴുകൽ സ്നാനം രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ അനുസരിക്കേണ്ട ഒരു കൽപ്പന ആണെന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇനി സ്നാനം കഴിഞ്ഞൊരു രക്ഷിക്കപ്പെട്ട വിശ്വാസി ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്ന വേറൊരു കൽപ്പനയാണ് കർത്തൃമേശ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇത് കഴിഞ്ഞാൽ നമ്മൾ കർത്തൃമേശ ചിന്തകളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സിംബോളിക്കായിട്ട്, പ്രതീകാത്മകമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പുതിയ നിയമസഭയ്ക്ക് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള. ഒന്ന് സ്നാനം, അത് ഒരിക്കൽ മാത്രം. 2 കർത്തൃമേശ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, എല്ലാ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം. അത് ഒരു വിശ്വാസി അവന് ആരോഗ്യവും ജീവനും ഉള്ളിടത്തോളം കാലം ചെയ്യേണ്ട ഒരു കാര്യമായിട്ട്, ഒരു കൽപ്പനയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ആദ്യം ഞാൻ പറഞ്ഞു സ്ഥലം സഭയുമായിട്ടുള്ള ബന്ധം, അതിലാണ് സ്നാനവും കർത്തൃമേശയും വരുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരാധന അല്ലെങ്കിൽ കൂട്ടായ്മ, ഫെലോഷിപ്പ്. ഈ ആരാധന എപ്പോഴാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്? നിരന്തരം ചെയ്യേണ്ട ഒരു കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്. കൂടി വന്നുള്ള ആരാധന ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം മതി, സമയമുണ്ടെങ്കിൽ അല്ലാത്തപ്പോഴും ചെയ്യാം. നമുക്ക് മറ്റ് പല ജോലികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആഴ്ചവട്ടത്തോടെ 1-ാം ദിവസം നമുക്ക് കൂടി വന്ന് ആരാധിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ നിരന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ആരാധന എന്ന് പറയുന്നത്. ആത്മരക്ഷ പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തി ആ രക്ഷാനിർണയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ രക്ഷിക്കപ്പെടാത്ത മറ്റ് വ്യക്തികളിൽ നിന്ന് ഒരു സെപ്പറേഷൻ ആവശ്യമാണ്. വീണ്ടും രക്ഷിക്കപ്പെടാത്തവരുടെ കൂടെയുള്ള സംസർഗം ഒരിക്കലും ദൈവവചനം അനുവദിക്കുന്നില്ല. അവിടുന്ന് ഒരു സെപ്പറേഷൻ, ഒരു വിടുതൽ, ഒരു വേർപാട് ആവശ്യമാണ്. ആ രീതിയിലാണ് നമ്മൾ ആരാധനയ്ക്കായിട്ട് കൂടി വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റ് രക്ഷിക്കപ്പെട്ടവരോട് ചേർന്ന് ആരാധിക്കണം. അതുകൊണ്ടാണ് നമ്മളൊരു സഭയിൽ വന്ന് ആരാധിക്കാനായിട്ട് ഞായറാഴ്ച രാവിലെ വരുന്നത്. രക്ഷിക്കപ്പെട്ടവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നുള്ള നിലയിലാണ് നമ്മൾ ആരാധനയ്ക്കായിട്ട് വരുന്നത്. ഇതിനുള്ള ഉപോത്ബലകമായിട്ടുള്ള വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെയുണ്ട്. 2:40 2 കൊരിന്ത്യർ
6:14, 7:1 ഇതിനെ അരക്കിട്ടുറപ്പിക്കുന്ന വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ആരാധനയുടെ സമയം എന്ന് പറയുന്നത് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാനും ദൈവത്തോട് കരുണയ്ക്ക് യാചിക്കുവാനും വേണ്ടിയുള്ള ഒരു സമയമല്ല. ആരാധനയുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർക്കുവാനും അതിന് കാരണഭൂതനായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്കുണ്ടായിട്ടുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനും സ്തുതിക്കുവാനും, അതുപോലെ അവൻ്റെ മരണത്തെയും അവൻ്റെ പുനരുത്ഥാനത്തെയും നമുക്ക് വേണ്ടി അവനായിത്തീർന്ന എല്ലാം ഓർക്കുവാൻ വേണ്ടി മാത്രമുള്ളൊരു സമയമാണ് ആരാധനയുടെ സമയം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരാധനയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് ദൈവത്തെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനാണ്, യാതൊരു സംശയമില്ല എന്ന് കരുതി ദൈവം പരിശുദ്ധാത്മാവ് ആക്കി വെച്ചിട്ടുള്ള മൂപ്പന്മാരും ഡീക്കന്മാരും സഭയുടെ ചുമതലപ്പെട്ടവരും ഒരു സ്ഥലം സഭയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം പഠിച്ച് വളരണം എന്നുള്ള കാര്യം നമുക്ക് നമ്മൾ വചനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ആത്മീയ വളർച്ചയ്ക്കായിട്ട് ഒരു വ്യക്തി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവവചനം വായിച്ച് ധ്യാനിച്ച് വളരുക എന്നുള്ള കാര്യമാണ്. അതിലെ സത്യങ്ങൾ മനസ്സിലാക്കി വളരുക. നമുക്കറിയാം ദൈവവചനം എന്ന് പറഞ്ഞാൽ ധാരാളം പ്രോമിസുകൾ, ധാരാളം വാഗ്ദാനങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ. അത് എല്ലാം നിവർത്തിക്കപ്പെടുന്ന വാഗ്ദാനങ്ങളാണ്, മനുഷ്യർ തരുന്ന പോലത്തെ വാഗ്ദാനങ്ങളല്ല. ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നിവർത്തിക്കപ്പെടാതെ പോവുകയില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാഗ്ദാനങ്ങൾ? ധാരാളം വാഗ്ദാനങ്ങളുണ്ട്. ഒരു പക്ഷെങ്കിൽ ഒന്ന് നമ്മൾ ഓരോ ദിവസം ഓരോ വാഗ്ദാനങ്ങൾ എടുത്തു വെച്ചാൽ എനിക്കൊന്ന് 365 അതിൽ കൂടുതൽ വാഗ്ദാനങ്ങൾ ഓരോ ദിവസത്തേക്ക് ഓരോന്ന് വെച്ച് ഈ ബൈബിളിൽ പറയുന്നുണ്ട്. എല്ലാം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ ഒന്നാമത്തെ വാഗ്ദാനം ഞാനിപ്പോൾ ചിന്തിച്ചതിൽ നിന്ന് പറയുന്നതാണ്. ഒന്ന്, പരീക്ഷയിൽ നിന്നുള്ള വിടുതൽ. 1 കൊരിന്ത്യർ 10:13 പരീക്ഷയിൽ നിന്ന് വിടുതൽ ലഭിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. 2, ഫിലിപ്പിയർ 4:6 1 പത്രോസ് 5:7 പറയുന്ന പോലെ ചിന്താകുലം ഇല്ലാതിരിക്കുവാനായിട്ട് നമുക്ക് ദൈവവചനം നമ്മെ സഹായിക്കും, ദൈവവചനം പഠിച്ചാൽ. 3, കഷ്ടതയിൽ ധൈര്യം ലഭിക്കാനായിട്ട് ദൈവവചനം പഠനം നമ്മളെ സഹായിക്കും. സങ്കീർത്തനം 50:15, യെശയ്യാവ് 43:2 നമുക്കത് കാണാനായിട്ട് സാധിക്കും. 4, മനസ്സ് ഭാരപ്പെടുമ്പോൾ ആശ്രയിക്കാനായിട്ട് സങ്കീർത്തനങ്ങൾ 138:3. 5, നമ്മുടെ ഉപജീവന ചിന്തകളെക്കുറിച്ചുള്ള ഭാരം ഇല്ലാതാവാനായിട്ട് നമ്മളെ ദൈവവചന പഠനം സഹായിക്കും. മത്തായി 6:25-26, ഫിലിപ്പിയ ലേഖനം 4:19 എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്നുള്ള വാഗ്ദാനം. 6, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കാനായിട്ട് എബ്രായ ലേഖനം 13:5. 7ാമത്തെ കാര്യം, ശാരീരികമായിട്ടുള്ള നമ്മുടെ പ്രയാസങ്ങളിൽ നമുക്ക് ആശ്വാസം ലഭിക്കാൻ സങ്കീർത്തനങ്ങൾ 34:7, 1 തിമോത്തിയോസ് 6:17. 8, ജീവിതത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലും ആശ്വസിക്കുവാൻ ദൈവവചന പഠനം നമ്മെ സഹായിക്കും എന്നുള്ള കാര്യം നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന 3 കാര്യങ്ങൾ, സ്ഥലം സഭയുമായിട്ടുള്ള ബന്ധം, അതുപോലെ സ്നാനം, കർത്തൃമേശ, പിന്നീട് ഈ പറഞ്ഞ ആരാധന അല്ലെങ്കിൽ ദൈവത്തോടും ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ. ഈ 2-3 കാര്യങ്ങളാണ് ഞാൻ ഈ സ്ഥലം സഭയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇതിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത്, പ്രത്യേകിച്ച് കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞ 2 പ്രതീകാത്മക കാര്യങ്ങളാണ് പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നിട്ടുള്ള. ഒരെണ്ണം കർത്തൃമേശ, ഒരെണ്ണം സ്നാനം. സ്നാനം ഒരിക്കലേ ഉള്ളൂ, കർത്തൃമേശ എല്ലാ കൂടി വരുമ്പോഴൊക്കെ നമ്മൾ ആചരിക്കുന്നു. ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില പഠിപ്പീരുകളിൽ ഈ സൂപ്പർ സബ്സ്റ്റാൻഷിയേഷൻ എന്നൊക്കെ പറയുന്നത്, അതായത് വസ്തുമാറ്റ സിദ്ധാന്തമൊക്കെ നമുക്ക് ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണും, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. വസ്തുമാറ്റ സിദ്ധാന്തത്തിലൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. അതായത് ഇവിടെയുള്ള ഈ അപ്പവും ഈ പാനപാത്രവും വെറും സാധാരണ 2 വസ്തുക്കൾ തന്നെയാണ്, അതിന് യാതൊരു മാറ്റവും ഇല്ല. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് അത് പങ്കിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ യാതൊരു ഒരു വസ്തു വേറൊരു വസ്തുവായിട്ട് മാറുകയോ അല്ലെങ്കിൽ കർത്താവിൻ്റെ മിസ്റ്റിക് പ്രസൻസ് എന്ന് പറയും, അതൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. അതൊക്കെ തെറ്റായ പഠിപ്പീരുകളാണ് എന്നുള്ള കാര്യം ഞാനവിടെ ഓർപ്പിക്കുന്നു. എന്നാൽ നമ്മൾ ഈ കർത്തൃമേശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയുകയാണ്. ഒരു കാര്യത്തിൽ ഈ വസ്തു മാറുന്നുണ്ട്. അപ്പം നിങ്ങളോർക്കും
എന്താണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്? വസ്തുമാറ്റം ഇല്ലെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് വസ്തു മാറുന്നത്? ഒരു കാര്യം, അയോഗ്യമായിട്ട് അപ്പം തിന്നുകയോ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും പങ്കെടുക്കുകയോ ചെയ്താൽ അവിടെ വസ്തു മാറും. എന്തായിട്ടാണ് മാറുന്നത്? നിങ്ങളിൽ പലരും രോഗികളും മരണത്തിന് കീഴ്പ്പെട്ടു പോകുന്ന അവസ്ഥയിലോട്ട് വസ്തു മാറുന്നതായിട്ട് നമുക്കവിടെ ആത്മീയമായിട്ടുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ വളരെയധികം വിശുദ്ധിയോടുകൂടിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കും ശേഷം ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ആരാധനയും അതിനോട് ഒപ്പമുള്ള ഈ കർത്തൃമേശ ശുശ്രൂഷയും ഇരിക്കുന്നെന്നുള്ള കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ പ്രത്യാശയെക്കുറിച്ചാണ്. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് സഭാബന്ധത്തിൽ വന്ന വളരെ ഭാഗ്യകരമായൊരവസ്ഥയിലേക്ക് വന്ന ഈ വിശ്വാസികൾക്ക് ഒരു പ്രത്യാശയുണ്ട്. എൻ്റെ നോട്ടത്തിൽ ഈ പ്രത്യാശ എന്നുള്ള വാക്ക് തന്നെ ഈ ബൈബിളിൽ നിന്ന് കടം കൊണ്ട ഒരു വാക്കാണ്. കാരണം ഞാൻ മലയാള സാഹിത്യ നായകന്മാരൊക്കെ കൂടി ചേർന്ന ഒരു മീറ്റിങ്ങിൽ ഒരു പ്രാവശ്യം ഒന്ന് പങ്കെടുക്കാനിടയായി. ഇവിടെ അല്ല, കുറച്ച് നാൾ മുമ്പാണ്, തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തിൽ ബൈബിളിൻ്റെ സംഭാവനകൾ എന്താണെന്നുള്ളതായിരുന്നു. അപ്പം നമ്മുടെ വലിയ കവികളും വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പറഞ്ഞു വന്ന കുറേ കാര്യങ്ങൾ എന്നെ വളരെയധികം ആകർഷിച്ചു. അതിലൊന്നാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്, ഹോപ്പ്. അതുപോലെ തന്നെ മറ്റ് പല വാക്യങ്ങളുണ്ട്, അതായത് മറ്റ് പല വാചകങ്ങളും ബൈബിളിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ട് മലയാള സാഹിത്യത്തിൽ. ഉദാഹരണം, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ, ഒലിവിലകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ബൈബിളിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ള വാക്കുകളാണ്. ഈ കൂട്ടായ്മ എന്ന് പറയുന്ന വാക്കുകൾ അങ്ങനെ തന്നെ വന്നിട്ടുള്ളതാണ്. നിങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള കൂട്ടായ്മകൾ നമുക്ക് മലയാളത്തിലൂടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. എല്ലാം ശരിക്കും പറഞ്ഞാൽ ബൈബിളിൻ്റെ ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളതാണെന്നുള്ള കാര്യം ഞാൻ വെറുതെ ഒരു അറിവിന് വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനി കാണാനുള്ളത് വിശ്വാസികളുടെ പ്രത്യാശ, ദ ബ്ലസ്സഡ് ഹോപ്പ് ഓഫ് ബിലീവേഴ്സ്. എന്താണ് വിശ്വാസികളുടെ പ്രത്യാശ? രക്ഷിക്കപ്പെട്ട് സഭയുമായിട്ടുള്ള ബന്ധത്തിൽ സന്തോഷത്തോട് പോകുന്ന ഒരു വിശ്വാസിക്ക് ഒരു ഭാവി പ്രത്യാശ ഉണ്ട്. അനേക ഗാനങ്ങൾ നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ കേട്ട് കാണും. നിങ്ങൾ ഭാവിയോർത്ത് പുഞ്ചിരിച്ചു പാടി മോദമ എന്നൊക്കെയുള്ള പാട്ടുകൾ ടി.കെ. സാമുവൽ സാറൊക്കെ പാടിയിട്ടുണ്ട്. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ എന്നുള്ള പാട്ട്. അപ്പോൾ വിശ്വാസികളുടെ പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരെ പോലല്ല, നമുക്കൊരു ഹോപ്പുണ്ട്. ഞാൻ ഈ പല കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്കതിൽ ഏറ്റവും കൂടുതൽ വളരെയധികം താല്പര്യം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തീയ മാർഗം മാത്രമാണ് ദ വേ ഓഫ് ഹോപ്പ് എന്നറിയപ്പെടുന്നത് ലോകത്തിൽ. പ്രത്യാശയുടെ മാർഗം എന്ന് പറയുന്നത് ക്രിസ്തീയ മാർഗം മാത്രമാണ്, യേശു ക്രിസ്തുവിൻ്റെ മാർഗം മാത്രമാണെന്നുള്ള കാര്യം നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ഈ പുതിയ നിയമത്തിൽ എന്താണ് നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആത്മീയമായിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമുക്ക് ധാരാളം ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ സന്തോഷത്തോടു കൂടി പോകാൻ കഴിയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അത് ഏറ്റവും വലിയ ഭാഗ്യകരമായൊരു അവസ്ഥയാണ്. ലോകത്തിൽ വേറെ ആർക്കും ആ അവസ്ഥ ഇല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഏറ്റവും വലിയ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അത് ഞാൻ വളരെ സങ്കടത്തോട് പറയട്ടെ, ഇന്ന് പല പ്രസംഗങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് വളരെ ചുരുക്കമേ പറഞ്ഞു കേൾക്കുന്നുള്ളൂ. പണ്ടൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ മീറ്റിംഗ് കഴിഞ്ഞിട്ട്, അതായത് ആരാധനയൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആമേൻ കർത്താവ് യേശു വേഗം വരണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പണ്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ കൺവെൻഷനുകൾ കഴിഞ്ഞ് പിരിയുമ്പോൾ സ്തുതിപ്പിൻ യേശുനാഥനെ എന്നുള്ള പാട്ടിൽ പിന്നെ എത്രയും പെട്ടെന്ന് യേശു വരണം എന്നുള്ള അർത്ഥമുള്ള ആ ഒരു സ്റ്റാൻസ പാടിയൊക്കെ ആയിരുന്നു പണ്ട് പിരിഞ്ഞു പോയിരുന്നത്. എന്നാൽ ഇന്ന് ആ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് സ്വയം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്തായാലും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തീർച്ചയായിട്ടും നമ്മെ ചേർക്കാനായിട്ട് മടങ്ങി വരും. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശ ഇല്ല എങ്കിൽ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കുകയില്ലെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ആണെന്നുള്ള കാര്യം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. അത് നമ്മൾ എബ്രായ ലേഖനം 9:26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ രക്ഷയ്ക്കായി തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ
രണ്ടാമത് പ്രത്യക്ഷനാകും എന്നുള്ള കാര്യം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ശരിക്കും യേശുക്രിസ്തുവിൻ്റെ 2 പ്രത്യക്ഷതയെ പറ്റി ഞാനൊന്ന് പറയട്ടെ. ഒന്നാമത്തെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ അവൻ്റെ മനുഷ്യാവതാരം, അതായത് ഭൂമിയിലേക്ക് അവതരിച്ച കർത്താവ് യേശുക്രിസ്തു. ഈ അവതാരത്തിന് 4000 വർഷങ്ങൾ മുമ്പ് പ്രവാചകന്മാർ മുഖാന്തരം കർത്താവ് എവിടെ ജനിക്കും, എങ്ങനെ ജീവിക്കും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ മരിക്കും എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ ശരിക്കും പറഞ്ഞാൽ 2 ഘട്ടങ്ങളുണ്ട്. അതെല്ലാം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ മേഘങ്ങളിൽ ചേർക്കാനായിട്ട് വരുന്ന ആ ഒരു വരവ്, അതാണ് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാം ഘട്ടം വെളിപ്പാട് പുസ്തകത്തെ പറഞ്ഞാൽ 7 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിശുദ്ധന്മാരോടുകൂടെ ഭൂമിയിൽ വന്ന് അങ്ങനെ പോകുന്ന ആ ഘട്ടം. അതിനെക്കുറിച്ച് മുഴുവൻ പറയാൻ എനിക്ക് സമയമില്ല, അതിനുള്ള ഒരു വേദിയുമല്ല ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും വളരെയധികം ദൈവിക സമാധാനം അനുഭവിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ് ഈ ജീവിതം, ഈ പ്രത്യാശയുള്ള ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി യേശുക്രിസ്തു രണ്ടാമത് വരുമോ, എന്താണ് ഇതിനുള്ള തെളിവ്? വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ വിദ്വാൻകുട്ടി അച്ഛൻ ജൂസ്തുസ് ജോസഫ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, മധ്യ തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്നത്. അദ്ദേഹം ഒരു ഗാനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വരി ഇങ്ങനെയാണ്: വേഗത്തിൽ ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് എത്ര വർഷം അതായിരിക്കുന്നു, എത്ര വർഷമായിട്ട് നീ ഇത് പറഞ്ഞിട്ട് പോയിരിക്കുന്നു. ഏകവല്ലഭനാം യേശുവെ, നിൻ്റെ നല്ല ആഗമനം നോക്കി ഞാൻ ആർത്തിയോടിയിരിക്കുന്നു. കാന്താ താമസം എന്തഹോ വരുവാൻ യേശു എന്നൊരു ഗാനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ചില കാൽക്കുലേഷൻസൊക്കെ ചെയ്ത് വളരെയധികം തെറ്റായ രീതിയിൽ പോയി. മലയാളത്തിൽ 5രക്കാർ എന്നാണ് അദ്ദേഹത്തെ ആ ഒരു ഗ്രൂപ്പിനെ അറിയപ്പെടുന്നത്. ഇപ്പോൾ ആ ഗ്രൂപ്പ് അത്ര പ്രബലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അദ്ദേഹം വളരെയധികം നല്ല ഗാനങ്ങൾ നമ്മുടെ ക്രിസ്തീയ സാഹിത്യ ശാഖയ്ക്ക് തന്നിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിനെ പണ്ട് മുതൽ ഭക്തന്മാർ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പറഞ്ഞ നമ്മുടെ തന്നെ നാട്ടിലുണ്ടായിരുന്ന ഇയാൾ. അതുപോലെ മറ്റ് അനേക ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദത്തങ്ങളുടെ അവകാശികളായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന, കർത്താവിനോട് ഒന്നിച്ച് വാഴുന്ന ഒരു ഭാവി പ്രത്യാശ നമുക്കുണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ 2 പത്രോസ് 3:10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പദപ്രയോഗം കാണാൻ സാധിക്കും: മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, പുതിയ ഭൂമി പുതിയ ആകാശം. ഇത് വളരെ മനോഹരമായൊരു പ്രത്യാശ തരുന്ന ഒരു വാക്യമാണ്, പുതിയ ഭൂമി പുതിയ ആകാശം. അപ്പോൾ മൂലപദാർത്ഥങ്ങൾ, കെമിക്കൽസ് ഒക്കെ കത്തിപ്പോകുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സംശയമില്ല. ഞാനത് എൻ്റെ ഭാഷ പറഞ്ഞാൽ നമ്മളിന്ന് ഉണ്ടാക്കുന്ന സകല സാധനങ്ങളും കത്തിപ്പോകാനായിട്ടാണ് നമ്മളുണ്ടാക്കുന്ന വീടും കാറും എന്തൊക്കെയാണെങ്കിലും എല്ലാം കത്തി നശിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്ന ദൈവത്തെ കൂടുതൽ നമ്മൾ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും സഹായിക്കും. ഇനി ഇത്ര വലിയൊരു നല്ല പ്രത്യാശ ഉള്ള ഒരു വിഭാഗം ദൈവമക്കളല്ലാതെ ഈ ലോകത്തിൽ വേറെ ആരും ഇല്ല എന്നുള്ള കാര്യം ഇന്ന് രാവിലെ ഞാൻ പ്രത്യേകിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ട 2-3 കാര്യങ്ങൾ: ഒന്ന്, ദൈവസഭയുടെ ചില പ്രത്യേകതകൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ഒന്നുകൂടെ ഒരുമിച്ച് ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ദൈവസഭയിലെ രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ അതിമനോഹരമായ പ്രത്യാശയെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. ഈ പ്രത്യാശയെക്കുറിച്ച് ഓർത്താൽ നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ ഒട്ടുമിക്കതും അവിടെ തന്നെ തീരും. അപ്പോൾ ആ പ്രത്യാശയെക്കുറിച്ച് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. അത് ഞാൻ ദൈവനാമ മഹത്വത്തിനായിട്ട് പറയുകയാണ്. ഇത്ര വലിയൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറച്ച ദൈവത്തിന് നമുക്ക് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യാം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഈ വചനം ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കണം. ഒട്ടുമിക്ക ആൾക്കാരും രക്ഷിക്കപ്പെട്ടവരാണ്, എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ കർത്താവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിക്കണം. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി ക്രൂശിൽ മരിച്ച ഈ കർത്താവിനെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ രക്ഷകനായിട്ട് സ്വീകരിക്കണം. നമ്മൾ എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും
കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? എത്ര വലിയ രക്ഷ! കർത്താവ് പറഞ്ഞു തുടങ്ങിയ രക്ഷ, ദൈവം അടയാളങ്ങളാൽ, അത്ഭുതങ്ങൾ, വിവിധ വീര്യപ്രവർത്തികളാൽ ഉറപ്പിച്ചത്, പരിശുദ്ധാത്മാവിനെ നൽകി നമുക്ക് വേണ്ടി ഉറപ്പിച്ച രക്ഷ, ഇത്ര വലിയ രക്ഷ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ ഒരിക്കലും നമുക്ക് തെറ്റി ഒഴിയാനായിട്ട് പറ്റില്ല. ഇഫ് യു നെഗ്ലക്റ്റ് സോ ഗ്രേറ്റ് എ സാൽവേഷൻ, ദർ ഇസ് നോ അതർ വേ ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ സുവിശേഷം അറിയാതെ, ദൈവത്തെ രക്ഷകനായിട്ട് സ്വീകരിക്കാതെ, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു വാക്യം പോകേണ്ട ആവശ്യമുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അത് നിങ്ങൾ ആരാണെന്നൊരു ചോദ്യമേ ഇവിടില്ല. ഏത് വലിയ ആളാണെങ്കിലും ഏത് ചെറിയ ആളാണെങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യം ഈ ലോകത്തിലുണ്ട്. ഇത്ര സന്തോഷകരമായ, ഇത്ര സമാധാനകരമായ ഒരു ജീവിത മാർഗം ഈ ലോകത്തിൽ വേറെ ഇല്ല എന്നുള്ളത് ഇത് അനുഭവിച്ചിട്ടുള്ള നമുക്കറിയാം. അനുഭവിച്ചാൽ മാത്രമേ ഇത് അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ആഹ്വാനം കൂടെ ഞാൻ തരികയാണ്. നമുക്കറിയാം, ഈ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ താൻ പലപ്പോഴും വളരെയധികം പരിക്ഷീണിതനായിട്ട് മരിച്ചത് നമ്മളുടെ ഹൃദയങ്ങളെ വളരെയധികം കുലുക്കേണ്ട കാര്യമാണ്. കാരണം അനേകർക്ക് രോഗസൗഖ്യം കൊടുത്തു, അനേകരെ ഭക്ഷണം കൊടുത്തു, തൃപ്തി വരുത്തിയ ദൈവം അവൻ നമ്മളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ പരിക്ഷീണിതനായിട്ട് തീരുന്ന കാര്യം നമുക്ക് കുരിശുമരണ രംഗത്തെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെയും നമ്മളുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ഏറ്റെടുത്തപ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ചപ്പോൾ കർത്താവ് യേശു ക്രിസ്തു സകല ദേവന്മാരിലും ഏറ്റവും മീതെ ഉയർന്നവൻ, യഥാർത്ഥ ദൈവം, അവൻ വളരെയധികം പരിക്ഷീണിതനായിട്ട് കാണപ്പെട്ടു. അവന് ദാഹിച്ചു. ഇതെല്ലാം നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ തീർച്ചയായിട്ടും ഈ കർത്താവിനെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കും. രക്ഷിക്കപ്പെടാത്തവർ തീർച്ചയായിട്ടും ഈ കർത്താവിനെ നിങ്ങളുടെ രക്ഷകനായിട്ട് സ്വീകരിക്കണം എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ അടുത്ത് താമസിച്ചിരുന്ന മലയാളത്തിലെ പ്രമുഖ കവിയായിരുന്ന ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ഒരു 4 ലൈൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത്, എന്താണ് ഈ ജീവിതം? സുന്ദരം അവ്യക്തമാം ഒരു വളകിലുക്കം, സംഗീത തുന്തിലം, പിന്നെ ശൂന്യം, പരമശൂന്യം. അതായത് ജീവിതം എന്ന് പറയുന്ന വളരെ ഒരു വളകിലുക്കം പോലെ ഒരു വളരെ നൈമിഷികമായ ഒന്നാണ്. അതിനുശേഷം അത് വെറും ശൂന്യമായ ഒരു കാര്യമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. വിശ്വസാഹിത്യകാരനായ വില്യം ഷേക്സ്പിയർ ഹാംലെറ്റ് എന്ന് പറയുന്ന തൻ്റെ നാടകത്തിൽ, തൻ്റെ ആ ഡ്രാമയിൽ ഏറ്റവും ലാസ്റ്റിൽ ഹാംലെറ്റ് മരിക്കുന്ന രംഗത്തിന് മുമ്പ്, ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചു കാണും, ലിറ്ററേച്ചർ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ അദ്ദേഹം ഈ ഹാംലെറ്റ് ഒരു കാര്യം പറയുന്നുണ്ട്. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈസ് നത്തിങ്. ജീവിതം ഏതോ ഒരു വിട്ടി പറഞ്ഞ കടം കഥയാണ്. ശബ്ദവും ബഹളവും നിറഞ്ഞത് നിരർത്ഥകമായ ഒന്നാണെന്നാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വെച്ചാൽ, ലോകത്തിലെ എല്ലാ മനുഷ്യരും ഏത് സാഹിത്യ സൃഷ്ടിയിലും ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണം അവസാനിക്കുന്നത് ശൂന്യം, പരമശൂന്യം, അല്ലെങ്കിൽ വിഡ്ഢിത്തരം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. നിങ്ങൾ ഏത് സാഹിത്യം എടുത്താലും സാഹിത്യം ആസ്വദിക്കാൻ അതിൽ തന്നെ ഒരു രസമുണ്ടെങ്കിലും അതെല്ലാം അവസാനിക്കുന്ന ഈ രീതിയിലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഈ ജീവിതത്തിനപ്പുറം വേറൊരു ജീവിതം എന്നുള്ള പ്രതീക്ഷയും നമ്മളുടെ മുമ്പിലുള്ളത്. ജീവിതം എന്ന് പറയുന്നത് അർത്ഥപൂർണമാണ്, അത് ആനന്ദപൂർണമാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ, യേശുക്രിസ്തുവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നമ്മളുടെ ജീവിതത്തിലെ നമുക്ക് മാറ്റാൻ പറ്റാത്ത എല്ലാ സ്വഭാവങ്ങളെയും മാറ്റി നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ദൈവസഭയെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ദൈവസഭ എങ്ങനെ ഉണ്ടായി, എന്തായിരിക്കണം ദൈവസഭ, ദൈവസഭയിലെ ആരാധന, അതുപോലെ ദൈവസഭയിൽ നമുക്ക് ദൈവത്തോടും മറ്റുള്ളവരോടുള്ള കൂട്ടായ്മ, ഈ കാര്യങ്ങൾ ആണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. അതുകൊണ്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ട വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ എന്നാണ് ബൈബിൾ ഇതിന് പറയുന്നത്. സാധാരണ പ്രത്യാശയല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യകരമായ ഒരു പ്രത്യാശ ആണ് വിശ്വാസികൾ ഓരോരുത്തർക്കും ഉള്ളതെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവസാനമായിട്ട് ഞാൻ പറഞ്ഞത്, ആരെങ്കിലും കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരും ഈ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച്
ഈ മനോഹരമായ ഈ അനുഭവത്തിലേക്ക് സഭയുടെ അംഗങ്ങളായിട്ട് ചേർന്ന് വരണം എന്നുള്ള ഒരു ആഹ്വാനത്തോടു കൂടി ഞാൻ ഇന്നത്തെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വചനം പറഞ്ഞ എന്നോടും ദൈവം ആ രീതിയിൽ സംസാരിക്കട്ടെ. വചനം കേട്ട നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ യേശുക്രിസ്തുവിനെ നമ്മൾ അംഗീകരിച്ചാൽ നമുക്ക് നിത്യരക്ഷ, അവനെ അവഗണിച്ചാൽ നിത്യന്യായവിധി. ഇങ്ങനെയൊരു അവസരം സംജാതമാക്കി തന്ന സഭയുടെ ചുമതലപ്പെട്ടവരോട് പ്രത്യേകം എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.